ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ മീൻ പൊള്ളിച്ചെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പാര എന്നാണ് മീനിന്റെ പേര്. ഇത് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ എല്ലാ മീനും നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മീൻ നല്ലപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. വരയിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ആഴത്തിൽ വരയിട്ട് കൊടുക്കണം. കാരണം നമ്മുടെ മീൻ നല്ല അത്യാവശ്യം കട്ടിയുള്ള മീനാണ്. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്ത് മീനിൻ്റെ എല്ലാ വശത്തും എത്തണമെങ്കിൽ നല്ലപോലെ വരഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപ്പ്, അല്പം വലിയ ജീരകം പൊടിച്ചതാണ്, ചെറിയ ജീരകമല്ല വലിയ ജീരകം പൊടിച്ചതാണ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അല്പം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. ഇനി പുളിക്ക് ആവശ്യമുള്ള വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഇനി വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. നാരങ്ങ നീര് ഇല്ലെങ്കിൽ നമ്മുടെ സദാ പുളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, വാളംപുളി. എന്നിട്ട് നല്ലപോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ മീനിന്റെ എല്ലാ വശത്തും മസാല വരുന്ന രീതിയിൽ നല്ലപോലെ തേച്ച് കൊടുക്കണം. മീനിന്റെ ഉൾവശത്തും അതുപോലെ തന്നെയാണ് മീൻ നമ്മൾ വരഞ്ഞെടുത്ത ഭാഗത്തൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. റെസ്റ്റ് ചെയ്യാൻ എന്തായാലും നിർബന്ധം കേട്ടോ. റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ മീൻ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് മീൻ പൊള്ളിച്ചെടുക്കാൻ ആവശ്യമുള്ള മസാല തയ്യാറാക്കണം, ഗ്രേവി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് ഞാൻ കുറച്ച് സമയം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയും അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായുള്ള കുറച്ച് മുളക് പൊടി മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് മാത്രം. നമ്മുടെ പൊടിയൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി മാത്രം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാല ഇതുപോലെ ഗ്രേവി റെഡി ആയി വന്നിട്ടുണ്ട്. അതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മളെ ആദ്യം മസാല തേച്ച് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചട്ടിയിലെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. മീൻ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ മീൻ അത്യാവശ്യം കട്ടിയുള്ള കാരണം ഞാൻ 25 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ചെറിയ തീയിലിട്ടിട്ട്. നമ്മൾ മീൻ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഒരു വാഴയില എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, ഉള്ളിയും തക്കാളിയും, അത് ഇതുപോലെ തേച്ച് കൊടുക്കാം ഇലയിൽ. എന്നിട്ട് ഒരു മീൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഈ മീനിൻ്റെ മുകളിൽ വീണ്ടും ആ ഗ്രേവി തേച്ച് കൊടുക്കണം. ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇല നല്ലപോലെ ഇലയിൽ നമ്മുടെ മീനൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ കവർ ചെയ്യണം. 2 ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് എണ്ണയൊന്നും കയറാത്ത രീതിയിൽ കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ കയർ ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. ഈ ഇല ഒന്ന് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ 5 മീനും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ഇതുപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ ആദ്യം മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള പാനാണ്. അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. കാരണം നമ്മളൊക്കെ ഓൾറെഡി കുക്ക് ചെയ്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തുറന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റായി വരട്ടെ. നമ്മുടെ ഉള്ളിയും തക്കാളിയിലേക്ക് കിടന്നിട്ട് മീനൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മാറ്റാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ പൊള്ളിച്ച റെസിപ്പി. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
അതുപോലെ തന്നെയാണ് ആരെങ്കിലും ലൈക്ക് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.